നമ്മൾ കന്നാര കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ആദ്യ പടി എന്നുള്ള രീതിയിൽ നമ്മൾ പറമ്പ് കിളയ്ക്കാൻ വേണ്ടി നമ്മൾ JCB വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ JCB ഉപയോഗിച്ച് നമ്മളിപ്പോൾ പറമ്പ് കിളയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ടില്ലർ അല്ലെങ്കിൽ ട്രാക്ടർ പോലുള്ള ചെറിയ വണ്ടികൾ ഉപയോഗിച്ച് പൂട്ടുക ചെയ്യുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെ പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ വേരായിരിക്കും. വേരായി കഴിയുമ്പം നമ്മൾ ഈ കന്നാര ടില്ലർ കൊണ്ടോ ട്രാക്ടർ കൊണ്ടൊക്കെ പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേരൊന്നും പറഞ്ഞു പോവില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത്രയും കന്നാര കാനിയായിട്ട് ഇത് കയറില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രാക്ടർ ഉപയോഗിച്ച് പൂട്ടുന്നത്. ആ ട്രാക്ടർ ഉപയോഗിച്ച് പൂട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ വേരൊന്നും ഇല്ലാതെ പുറ്റിയൊന്നും ഒഴിവായി എല്ലാ സ്ഥലത്തും 1 ഇഞ്ച് സ്ഥലം വരെ നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് കന്നാര കൃഷി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാട്ടോ നമ്മളിപ്പോൾ JCB ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലൊരു പന നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പന ഒന്ന് മറിച്ചേക്കാൻ ആ JCBക്കാരനോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പനയിൽ മറിക്കുന്നതിന് വേണ്ടി ഒരു കയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ JCBക്കാരൻ പറഞ്ഞു ആ കയറൊന്നും വേണ്ട, ഞാനിതിപ്പോൾ മറിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അതിൻ്റെ ചോട് 2-3 മാന്തി ആ JCBയുടെ കവി ഉപയോഗിച്ച് വളരെ വിദഗ്ധമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ആ പന കൊണ്ടിട്ടെന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പറമ്പ് കിളയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരടിയെങ്കിലും താഴ്ത്തി, ഒന്നല്ല ഒരു 2-3 അടിയെങ്കിലും താഴ്ത്തിയാണ് ഇപ്പോൾ കന്നാരയ്ക്ക് വേണ്ടി നമ്മൾ സ്ഥലം കിളച്ചേക്കുന്നത്. അങ്ങനെ കിളച്ച് കഴിയുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വേരോട്ടം ഉണ്ടാവും. വേരോട്ടം ഉണ്ടായി കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ നമുക്ക് പൈനാപ്പിൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ വണ്ടികളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തൂമ്പ കൊണ്ടൊക്കെ കുഴി കുത്തിയിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ തൂമ്പ കൊണ്ടൊക്കെ ഏരി മാടിയതിന് ശേഷമായിരുന്നു കന്നാര കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊന്നുമില്ല.